ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഹരീഷ്. കുറച്ച് നാളായി വീഡിയോകളൊക്കെ ഇട്ടിട്ട്, കാരണം ക്ലാസ്സിൻ്റെ തിരക്കുകളായിരുന്നു. ഇന്ന് വീഡിയോ ഇടാനൊരു കാരണം, മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വീഡിയോ കാണുകയും അദ്ദേഹം പറഞ്ഞ വീഡിയോ കാണുകയും അതിൽ അദ്ദേഹം ഒരു സിംഹത്തെ ചെരുപ്പ് കൊണ്ട് മെരുക്കുന്ന ഒരാളുടെ കാര്യം പറയുകയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ ആണ്, അത് നിങ്ങൾ കാണേണ്ടതാണ്. അത് കണ്ടപ്പോൾ മറ്റു ചില കാര്യങ്ങൾ മനസ്സിൽ ഓടി വന്നു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരാൾ ഒരു ചെരുപ്പ് കൊണ്ട് സിംഹത്തിനെ മെരുക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. സോ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ. Иди сюда, хороший. Иди сюда, хороший. Олег Алексеевич. Кто так делает? Так. ആ മനുഷ്യൻ ഒരു ചെരുപ്പ് കൊണ്ടാണ് സിംഹങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ആ ചെരുപ്പ് കാണിക്കുമ്പോൾ സിംഹങ്ങൾ പേടിച്ച് ഓടുന്നു. ആ മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറയുന്ന വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ നമ്മളെ പേടിപ്പിക്കുന്ന പല ചെരുപ്പുകളുണ്ടെന്നും ആ ചെരുപ്പിനെയെല്ലാം അതിവർത്തിച്ച് പോകണമെന്നും എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഒരു കാര്യത്തെ പല രീതിയിൽ കാണാം, പല ഭാഗത്തു നിന്ന് നോക്കി കാണാം. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെയധികം ശരിയാണ്. അതിലൂടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലേക്ക് നമുക്ക് ഉയർന്നു പോവുകയും ചെയ്യാം. ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ മറ്റൊരു വശമാണ്. ഒരു ചെരുപ്പ് വെച്ച് സിംഹത്തിനെ മെരുക്കുന്ന ആ ആളിൽ എത്ര ധൈര്യമുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ പേടിച്ച് വിറയ്ക്കുന്ന ആ ഒരു സിംഹത്തിനെ വളരെ ലളിതമായ ഒരു ചെരുപ്പ് കൊണ്ടാണ് അദ്ദേഹം നിയന്ത്രിക്കുന്നത്. ഇത് നമുക്കും ഒരു പാഠമാണ്. നമ്മളെ പേടിപ്പിക്കുന്ന പലതിനെയും നമ്മുടെ ഉള്ളിലെ ചെരുപ്പിനെ വെച്ച്, അല്ലെങ്കിൽ ഒരു അവയർനെസ് വെച്ച് ശരിയായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ പല പേടികളും മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം. അതൊരു ഉദാഹരണം പറയാം. ഭയമുള്ള കാര്യങ്ങൾ ഭയത്തോടു കൂടി ചെയ്യുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുമെന്നാണ് പറയുക. സാധാരണ ആളുകൾ പറയുക, ഭയമുള്ള കാര്യങ്ങൾ ധൈര്യത്തോടു കൂടി അങ്ങോട്ട് പോയി ചെയ്യ് എന്നാണ് പറയാറ്. അതെങ്ങനെയാണ് സാധ്യമാവുക? ഭയമുള്ള കാര്യങ്ങൾ ധൈര്യത്തിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ അത് ഭയമായിട്ട് അവിടെ നിൽക്കുന്നത്. ഭയമുള്ള കാര്യങ്ങൾ ഭയത്തോടു കൂടി ചെയ്യുക. ഇതിനെ പോസിറ്റീവ് സ്ട്രെസ്, നെഗറ്റീവ് സ്ട്രെസ് എന്നാണ് പറയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ടൈറ്റ് ഫുട്ബോൾ മാച്ചിൽ ഒരു പെനാൾട്ടി കിട്ടുകയാണെങ്കിൽ ആ പെനാൾട്ടി അടിക്കാൻ എല്ലാവർക്കും പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവിടെ പോസിറ്റീവ് സ്ട്രെസ്സും നെഗറ്റീവ് സ്ട്രെസ്സും, പോസിറ്റീവ് സ്ട്രെസ് ഉള്ളവനെ അത് പോയി എടുക്കുകയുള്ളൂ. നെഗറ്റീവ് സ്ട്രെസ് ഉള്ളവൻ ആ പെനാൾട്ടി അടിക്കാനേ പോവുകയില്ല. പോസിറ്റീവ് സ്ട്രെസ് ഉള്ള ആൾ ഉള്ളിൽ ഭയമുണ്ട്, പക്ഷേ ആ ഭയം വെച്ചിട്ടും അവനത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ അവൻ ചെയ്യുമ്പോൾ അതിനെയാണ് പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രെസ് രണ്ട് രീതിയിലുണ്ട്. നമ്മുടെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നത് പോസിറ്റീവ് സ്ട്രെസ് എന്നുള്ളതാണ്. അപ്പോൾ ഭയമുള്ള കാര്യങ്ങൾ അക്കമിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഭയത്തോടു കൂടി തന്നെ വേറൊരാളുടെ സഹായം വേണമെങ്കിൽ അതിന് തേടാം. ഇതിനെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയമുള്ള കാര്യങ്ങൾ ഭയത്തോടു കൂടി പതുക്കെ ഇമാജിനേഷനിലെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം പതിയെ പതിയെ മാഞ്ഞു പോവുകയും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ധൈര്യത്തെ കൊണ്ടുവരാൻ ഒരു ചെരുപ്പായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിന് ആ ചെരുപ്പ് വെച്ചിട്ട് നമുക്ക് ഏത് സിംഹത്തിനെയും ഏത് ഭീതിതമായ കാര്യത്തെയും നേരിടാം, അതിനെ അതിവർത്തിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം. ഇത് നാഗരഹസ്യവുമായി ബന്ധപ്പെടുത്തിയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 40,000-45,000 പേരാണ് ആ വീഡിയോ കണ്ടത്. ഇതും നാഗരഹസ്യത്തിൻ്റെ മറ്റൊരു വശമാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അത് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെയെല്ലാം എഴുതി വയ്ക്കുക. ആ കാര്യത്തെ ഭയത്തോടുകൂടി പതിയെ ചെയ്യാൻ ശ്രമിക്കുക. ഭയത്തോടുകൂടി, പോസിറ്റീവ് സ്ട്രെസ്സോടുകൂടി അതുണ്ടെങ്കിലും പതിയെ അതിനെ ചെയ്യാൻ കഴിയുമ്പോൾ, ശ്രമിക്കുമ്പോൾ, അതിലേക്ക് നിങ്ങൾ പതുക്കെ ചലിക്കുമ്പോൾ ആ ഭയം പതിയെ മാഞ്ഞു പോകുന്നത് കാണാം. ഒട്ടേറെ ക്ലാസ്സുകളിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വിവരം അറിയിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം.